സ്വർണ്ണക്കൊള്ള പുറത്തുവന്ന ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്യലിനായി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. എത്ര കിലോ സ്വർണമാണ് മുക്കിയതെന്നത് ഉൾപ്പെടെ തന്നെ അന്വേഷിക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായി സൂചനകൾ പുറത്തുവരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രാവിലെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ കേന്ദ്രത്തിലേക്കാണ് ചോദ്യം ചെയ്യാൻ അയച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരവധി തവണ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള പുറത്തുവന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. പോറ്റി എത്ര സ്വർണം തട്ടിയെടുത്തു എന്നതുൾപ്പെടെ തന്നെ ചോദ്യം ചെയ്യലിൽ പുറത്തു വരണമെന്നും തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ ആണ് ചോദ്യം ചെയ്യലെന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ആനന്ദ് സുബ്രഹ്മണ്യം ശബരിമലയിൽ നിന്നും ബാംഗ്ലൂരിൽ എത്തിച്ച സ്വർണ്ണപ്പാളി ഏറെ ദിവസം സൂക്ഷിച്ചത് ഹൈദരാബാദിലാണ് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒയുടെ ഉടമസ്ഥതയിലാണ് എന്ന് സംശയിക്കുന്ന ഹൈദരാബാദിലെ സ്ഥാപനത്തിലും അന്വേഷണം നടത്തും. അതുപോലെ സ്മാർട്ട് ക്രിയേഷനിൽ നിലവിൽ നടത്തിയ പരിശോധനയിൽ ഫയലുകൾ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപെടലുകളെ ദുരൂഹത സംശയിക്കുന്ന അന്വേഷണ സംഘം തുടർ അന്വേഷണത്തിൽ സ്ഥാപന അധികാരികളെയും പ്രതി ചേർക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർവീസിലുള്ളവരും അതുപോലെ ഇപ്പോൾ വിരമിച്ചവരുമായ ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർക്കെതിരായ നടപടികൾ കൈമാറേണ്ടതുള്ളതെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു സുനിൽ കുമാർ. 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത്. മറ്റൊരു ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെതിരെ നേരത്തെ തന്നെ നടപടിയെടുത്തിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും അന്തിമ റിപ്പോർട്ട് അത് കിട്ടിയ ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിക്കുകയും ചെയ്തിരുന്നു. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിജയ് മല്യ നൽകിയ സ്വർണം ചെമ്പാണ് എന്ന് മുരാരി ബാബു റിപ്പോർട്ട് നൽകിയിരുന്നു. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതും മുരാരി ബാബു ആണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. 2019 സ്വർണം ചെമ്പാണ് എന്ന് എഴുതിയതും അദ്ദേഹം തന്നെയാണ് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.